ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുറേ ആൾക്കാർക്ക് യൂണിയൻ സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത്, പോസിറ്റീവായിട്ടിരിക്കുക, നല്ല വൈബ്രേഷനിലിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ട് പെട്ടെന്ന് യൂണിയൻ ഉണ്ടാവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷനിലാണ് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് പോസിറ്റീവായിട്ടിരിക്കുവാനായിട്ട്. ഫുൾ മൂണിൻ്റെ എനർജി നിങ്ങളുടെ എനർജിയിൽ വരാതിരിക്കുവാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം 2 ദിവസം കൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ഹെവി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ കാമായിട്ട് ശാന്തമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ശാന്തമായിട്ടിരുന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പ്രേ ചെയ്യുകയാണ്. അതായത് നിങ്ങളുമായിട്ട് പെട്ടെന്ന് യൂണിയൻ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ പ്രേ ചെയ്യുകയാണ് ദൈവത്തിനോട്. ഇവർ നിങ്ങളെ ഇവരുടെ ലൈഫിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ ഇവർ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. പൂർണ്ണമായും ആയിട്ടാണ് ഇവർ ഇരിക്കുന്നത്. എന്തായാലും നിങ്ങളെ ഇവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഇവർക്കുണ്ട്. വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പവർഫുള്ളായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങളുടെ കൂടെ ജീവിക്കുവാനാണ് ഇവർക്കിഷ്ടം. അതിനു വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നതും. ഇങ്ങനെ ഇവർ ചിന്തിക്കാൻ കാരണമേ 2 ദിവസമായിട്ട് ഇവർ ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള എനർജിയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഇവർ ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഇവരുടെ മനസ്സിൽ വന്നതും. ഇവിടെ ഇവർ ലവ് ലൈഫിന് വേണ്ടി വളരെയധികം ബിന്ദാസായിട്ട് ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇവർക്കറിയാം എന്തായാലും ഞാൻ എൻ്റെ പേഴ്സണിന് വേണ്ടി ആക്ഷൻ എടുക്കും എന്നുള്ള ആ ഒരു വിശ്വാസവും ഒരു കോൺഫിഡൻസ് ഇവർക്കുണ്ട്. ഇവിടെ നിങ്ങൾ സോൾമേറ്റ് കണക്ഷനിലാണെങ്കിലോ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷനിലാണ് എങ്കിലോ നിങ്ങൾക്ക് ഇവിടെ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് എന്ത് കണക്ഷനാണ് ഉള്ളത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ യൂണിയൻ ഉണ്ടാവുന്നത്. കാർമിക് കണക്ഷനോ, ട്വിൻ ഫ്ലെയിം കണക്ഷനോ, അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനോ, ഡിവൈൻ കണക്ഷനോ എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കണക്ഷൻ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാവുന്നത്. ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സൺ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ക്വിക്ക് ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ ക്വിക്കായിട്ടുള്ള ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. എന്ത് ആക്ഷൻ ആയാലും വളരെ പോസിറ്റീവായിട്ടുള്ള ആക്ഷനാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഡേ ഡ്രീമിങ്ങിൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ചില കാര്യങ്ങൾ അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ഈഗോ, നിങ്ങളോട് ഇവർ ഭയങ്കരമായിട്ട് ഈഗോയും ദേഷ്യവും വച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ഇനി അവസാനിക്കുന്നതാണ്. ഇവരുടെ ഉള്ളിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടോ അതെല്ലാം അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിലോ നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിലോ അതെല്ലാം ഇനി അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഇവരുടെ ലൈഫിൽ ഒരു മേജർ ചേഞ്ച് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ എക്സ്പ്രഷൻ ഓഫ് ലവ് അത് വളരെ സ്ട്രോങ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവർ നിങ്ങളോടെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇവർ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയും സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ശക്തിയായിട്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരാമെന്നുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിനുവേണ്ടി ഇവർ ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് ശേഖരിക്കും. എന്നിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും എൻഡാക്കാം എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരണമെന്നുള്ള രീതിയിൽ. കുറേ നാളായിട്ട് ഈ ഒരു സിറ്റുവേഷൻ എന്താക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇവർ ഒരിക്കലും ഇവരുടെ ഹോപ്പ് കളഞ്ഞില്ല. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവസാനിപ്പിച്ച് അതിൽ നിന്ന് പുറത്തു വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നത്. ഇവരുടെ വിഷാണ് നിങ്ങളുടെ കൂടെ ഒരു ജീവിതം.
അപ്പോൾ കുറേ ആൾക്കാരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കണ്ണാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. കാരണം അങ്ങനെയാണ് ഇവിടെ എനർജി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക. എന്തായാലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂണിയൻ ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക. എല്ലാ ദൈവീയ ശക്തികളും നിങ്ങളെ ബ്ലെസ്സിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ നന്ദി അവരോട് പറയുക. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ 3 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് 3 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 15 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 21 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ മെസ്സേജോ കോളോ റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ പേഴ്സൻ്റെ കാര്യങ്ങൾ ബാലൻസിലാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഡെവിൾ എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി പൊസസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റഡ് ആണ്, നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണ് എങ്കിൽ ഇവർ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുവാൻ പോകുകയാണ് എന്നാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സെലിബ്രേഷൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളെ വിളിച്ചിട്ട് ചിലപ്പോൾ പറയും എൻ്റെ വീട്ടിൽ വരൂ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഇവിടെ ഇല്ല എങ്കിൽ ഇവർ പറയും ഞാൻ എൻ്റെ പേരൻസിനോട് സംസാരിച്ചു, നിങ്ങൾ വന്ന് അവരെ ഒന്ന് കാണൂ, അവരോട് സംസാരിക്കൂ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇവർ നിങ്ങളെ വിളിക്കാം. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ വച്ച് നിങ്ങൾ തമ്മിൽ കാണുന്നതായിട്ടും കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മെസ്സേജ് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. വളരെ ഇമോഷണൽ രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് റിസീവ് ആകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന്. ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ മെസ്സേജ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ പേഴ്സൺ ഇത്രമാത്രം ഇമോഷണൽ ആകുമോ എന്ന്. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് മാക്സിമം 30 അവേഴ്സ് മിനിമം 3 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നതാണ്. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഏഞ്ചൽ മെസ്സേജ് വന്നിരിക്കുന്നത് റീബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ പഴയ ഓൾഡ് പേഴ്സൺ, ആ ഓൾഡ് പേഴ്സൺ മാറി പുതിയ ന്യൂ പേഴ്സണായി മാറുന്നു, റീബർത്ത് ആകുന്നു. അതായത് അവരുടെ പഴയ സ്വഭാവമെല്ലാം മാറി നല്ല സ്വഭാവമായി മാറുന്നു, റീബർത്ത് ആകുന്നു. അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും എല്ലാം ഒരു പുതിയത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് മെസ്സേജ് സൗത്ത് ഡയറക്ഷനിൽ നിന്ന് എന്തെങ്കിലും സ്പിരിറ്റ് മെസ്സേജ്, നിങ്ങൾക്ക് സ്പിരിച്വൽ അനിമൽ മെസ്സേജോ അല്ലെങ്കിൽ ഗൈഡൻസോ കിട്ടുവാൻ സാധ്യതയുണ്ടില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സൗത്ത് ഡയറക്ഷനിലാണ് താമസിക്കുന്നത് എങ്കിൽ അവിടെ നിന്ന് മെസ്സേജോ കോളോ വരുവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കര റൊമാൻറ്റിക്കും പാഷനേറ്റീവുമാണ്, പൊസസീവുമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം ഡിവൈൻ കപ്പിൾസ് ആയവർക്ക് റീയൂണിയൻ സാധ്യമാവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് എത്ര കഷ്ടപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് യൂണിയൻ സാധ്യമാകുന്നത്. ഇവിടെ രാധാകൃഷ്ണൻ്റെയും ശിവശക്തിയുടെയും എനർജി പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തോ വളരെ നല്ല കാര്യം സംഭവിക്കാൻ പോവുകയാണ്. അതായത് ഡിവൈൻ യൂണിയൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ്. മാസ്കുലിൻ എനർജിയും ഫെമിനൻ എനർജിയും തമ്മിൽ ഒന്നാവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.